ഗൾഫിൽ പോകണം, ഒരു 4-5 കൊല്ലം കൊണ്ട് ഒരു 2500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വെക്കണം. എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് നമ്മൾ കിടന്നുറങ്ങി നാളെ രാവിലെ നേരം വെളുത്താൽ നമ്മൾ എണ്ണിക്കുമെന്നുള്ളതിനൊന്നും യാതൊരു ഉറപ്പും ഇല്ല. നമുക്കൊട്ട് ഉറപ്പ് കൊടുക്കാനും പറ്റൂല. ഒരിക്കലും ഒരു കുഞ്ഞിനും വില ഉണ്ടാവത്തില്ല. ഹബീബി, കം ടു മൈ ചാനൽ. ബെൽ ബോട്ടം പാൻറ്, അതായത് ജയൻ്റെ പാൻറ്, ചുണ്ടിൽ കത്തുന്ന ഫോറിൻ സിഗരറ്റ്, കൂടാതെ ഫോറിൻ പളപള മിന്നുന്ന ഷർട്ട്, പിന്നെ ഒരു റങ്ക് പെട്ടി. മനസ്സിലായോ? അല്ലെങ്കിൽ പറയാം, അതായത് പണ്ട് എൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടു വരുന്ന ഒരുതരം ആൾക്കാരായിരുന്നു, അതായത് ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികൾ. ഈ ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികളുടെ ഒരു ലുക്കാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നവർ ഇപ്പോൾ ഒരു എന്താ പറയുക, പോളിസ്റ്റർ കൈലി ഉണ്ടാവും. ഉടുത്താൽ ഇടിയിൽ നിൽക്കാത്ത കൈലി എന്ന് പറയും. അത് ഭയങ്കര ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു കൈലിയാണ്. അത് പോളിസ്റ്ററിൻ്റെ, നമ്മൾ എത്ര ഉടുത്താലും അത് നിൽക്കത്തില്ല. അത് ഭയങ്കര ഒരു പാടാണ് ആ കൈലി ഉടുത്ത് നമ്മുടെ ഇടയിൽ നിർത്താൻ. അങ്ങനെയുള്ള ഒരു കൈലിയൊക്കെ ഉടുത്ത് കവലകളിലൂടെയൊക്കെ നടന്നു വരുന്ന പ്രവാസികളായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ സുഹൃത്തുക്കളുടെ അച്ഛന്മാരായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിലെ ആളുകളായിരിക്കാം. അങ്ങനെ ഒരു വിഭാഗം പ്രവാസികളെയാണ് നമ്മുടെ മലയാളം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പണ്ട്, അതായത് ഒരു 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടുപടന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയുടെ പത്തേമാരി സിനിമയിലെ പ്രവാസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വർഷങ്ങൾ കടന്നുപോയി, ഈ പ്രവാസത്തിലേക്ക് പുതിയ പുതിയ ആളുകൾ എത്തി. ഈവൻ ഞാൻ ഉൾപ്പെടെ ഇപ്പം പ്രവാസിയാണ്. അപ്പോൾ ഈ പ്രവാസത്തിലേക്ക് ആളുകൾ എത്തുമ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ട്രെൻഡ് മാറി. ഈ പോളിസ്റ്റർ കൈലിയുള്ള പളവള കൈലികൾ മാറി. പിന്നീട് എന്താ പറയുക, ഹൈ എൻഡ് ട്രൗസേഴ്സുകൾ അല്ലെങ്കിൽ ട്രൗസറുകൾ ഇടുന്നു. ബ്രാൻഡഡ് അഡിഡാസിൻ്റെയും അങ്ങനെ, അല്ലെങ്കിൽ അതുപോലുള്ള ബ്രാൻഡഡ് ടീഷർട്ടുകളും ബ്രാൻഡഡ് പാൻസും ബ്രാൻഡഡ് ട്രൗസേഴ്സും ഒക്കെ ഇട്ടുള്ള കാലം വന്നു. കൂളിംഗ് ഗ്ലാസുകളുടെ കാലം വന്നു. റൈബാൻ്റെ കാലം വന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പ്രവാസികൾ നമ്മുടെ നാട്ടിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പുതിയ പുതിയ ട്രെൻഡുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മളെപ്പോഴും എന്താ പറയുക, പ്രവാസിയെ കാണുമ്പം അത്തറിൻ്റെ മണവും അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ശരിക്കും ഇതൊക്കെയാണോ പ്രവാസി? നാട്ടിൽ വരുമ്പോൾ അംബാനിയെ പോലെ ജീവിക്കുന്ന പ്രവാസി, ശരിക്കും ഈ പറയുന്ന പ്രവാസി കുടിയേറി ജീവിക്കുന്ന രാജ്യത്ത്, അതിപ്പോൾ ഏത് രാജ്യമായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ഏത് രാജ്യത്തായാലും അവിടെ ഈ പ്രവാസി അതേപോലെ അംബാനിയെ പോലാണോ ജീവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകുന്ന ഒരു ശരാശരി പ്രവാസിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഗൾഫിൽ പോകണം, ഒരു 4-5 കൊല്ലം കൊണ്ട് ഒരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വെക്കണം, നാട്ടിൽ തിരിച്ചു വരണം, സെറ്റിൽഡ് ആവണം. ഈ ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഒരു ശരാശരി പ്രവാസി നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഗൾഫിലോട്ട് വരുന്നത്. എന്നാൽ ഈ ഗൾഫിലെത്തി ഒരു 2 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കൊണ്ട് ഒരു വീട് വെക്കാമെന്നുള്ള മനക്കോട്ടയിൽ വരുന്ന ഒരു പ്രവാസി ശരാശരി ഒരു 30 വർഷമെങ്കിലും ചുരുങ്ങിയത് പിടിക്കും ഒരു വീട്. അതും 2500 സ്ക്വയർ ഫീറ്റ്. അത് കുറയത്തില്ല കേട്ടോ. 2000 കാര്യം ഗൾഫുകാരനല്ലേ, കാണിക്കണം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നാട്ടിലുണ്ടെന്ന് കാണിക്കണം. അതിന് വേണ്ടി ഒരു 30 കൊല്ലം എടുക്കും. കാര്യം എന്തുകൊണ്ടാണ് ഈ 30 കൊല്ലം എടുക്കുന്നതെന്ന് പറയുന്നത്, ഈ ഒരു പ്രവാസി ഇവൻ ഈ ഗൾഫിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൺട്രിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടം തൊട്ട് വൺസ് ഇവൻ അവിടെ എത്തിയപ്പോൾ തൊട്ട് ഇവൻ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ ഇവൻ കിടക്കുന്നത് 500 രൂപയുടെ ബെഡ് സ്പേസിലാണ്. അതായത് ഒരു 500 രൂപയുടെ ബെഡ് സ്പേസിൽ ബങ്കറിൽ 2 പേരുള്ളൊരു ഒരു ബെഡിൻ്റെ മുകളിലായിരിക്കും കിടക്കുന്നത്. മുകളിൽ ഒരാൾക്ക് കിടക്കാൻ മാത്രം സ്ഥലമുള്ള ഒരു ചെറിയൊരു കുഞ്ഞു കട്ടിലായിരിക്കും ഇവൻ ഈ കിടക്കുന്നതും. അങ്ങനെ ഈ പ്രവാസി ഗൾഫിലേക്ക് എത്തി തൻ്റെ വീട് വെക്കണമെന്നുള്ള ലക്ഷ്യത്തിന് പുറത്തെ ഇങ്ങനെ രാപ്പതില്ല പണിയെടുക്കുമ്പോഴായിരിക്കാം നാട്ടിൽ നിന്ന്, കാര്യം പ്രവാസിയല്ലേ, അവനവിടെ എന്താ പറയുക, ഈന്തപ്പനയുടെ കീഴെ പോയിരുന്നിട്ട് ഇങ്ങനെ വരൂ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ തോർത്ത് വിരിച്ചാൽ കാശിങ്ങനെ തോർത്തിലോട്ട് വരുമെന്നുള്ള രീതിയിലായിരിക്കാം ഒരു പക്ഷേ നാട്ടിലുള്ള ആളുകളുടെ ചിന്ത. കാര്യം എന്ന് വെച്ചാൽ ഇവൻ വന്ന് 2 മാസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ തൊട്ടേ നാട്ടിൽ ഓരോരോ ആവശ്യങ്ങൾ വരും. അപ്പോൾ ഈ ആവശ്യങ്ങളുടെ പുറകെ ഇവൻ പോവും. സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്, സഹോദരങ്ങളെ കെട്ടിച്ചു വിടുന്നത്, അവൻ കല്യാണം കഴിക്കേണ്ടത്, അങ്ങനെ അന്ന് വേണ്ട പിന്നെ നൂലുകെട്ട്, കല്യാണം, പെരവാസ്തൂലി, അടിയന്തരം, അങ്ങനെ വേണ്ട സകലമാന ചെലവുകൾ, നാട്ടിലുള്ള സകലമാന ചെലവുകൾക്കും ഈ പറയുന്ന പ്രവാസിയുടെ കയ്യിൽ നിന്നായിരിക്കും ഊറ്റുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഗൾഫ് കൺട്രിയിൽ ജീവിക്കുന്ന ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു കറവ പശുവിനെ പോലെയാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നാട്ടിൽ നിന്നുള്ള ആവശ്യങ്ങൾ കൂടുന്തോറും പ്രവാസികളുടെ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ ദൈർഘ്യം നീണ്ടുകൊണ്ടേയിരിക്കും. അപ്പം ഇതിനിടയിൽ ഈ പറയുന്ന നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമായ 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടെന്നുള്ള ലക്ഷ്യത്തിലേക്ക് വീണ്ടും അതിന് പൈസ കണ്ടെത്താൻ വീണ്ടും എന്താ പറയുക, ഒന്നുകിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടുന്ന ജോലിയല്ലാതെ ചെയ്യുന്ന ജോലിയല്ലാതെ വീണ്ടും എന്തെങ്കിലും അഡീഷണൽ ജോലി, അതായത് അഡീഷണൽ ഇൻകം സോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ജോലികൾ നോക്കി പോകും. അല്ലാന്നുണ്ടെങ്കിൽ 800 ദിർഹത്തിന്റെ ഒരു ബെഡ് സ്പേസിൽ ജീവിക്കുന്ന ഒരു ശരാശരി പ്രവാസി വീണ്ടും അവിടുന്ന് നേരെ 500 ദിർഹത്തിന്റെ ബങ്കറിലെ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാര്യം ആ വഴി പൈസ സേവ് ചെയ്യാം.
പിന്നെ മെസ്സ് ഫുഡായിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നേരെ ആ കഴിപ്പ് നിർത്തിക്കൊണ്ട് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന മെസ്സ് എവിടെയാണോ അത് തപ്പിപ്പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങും. കാര്യം അങ്ങനെയെങ്കിലും തൻ്റെ വീടെന്നുള്ള, അതായത് 2500 സ്ക്വയർ ഫീറ്റിലെ വീടെന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തണമല്ലോ. ഒരു ശരാശരി പ്രവാസി ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന നാടുകളിലൊക്കെ ജീവിക്കുന്നതെങ്കിലും ഒരിക്കലും പോലും ഈ പറയുന്ന പ്രവാസി തൻ്റെ ജീവിതം താൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും തൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലോ പറയാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്താ പറയുക, നാട്ടിൽ ചെല്ലുമ്പോൾ ആ ഒരു പ്രവാസി എന്നുള്ള തലക്കനം പോകുമെന്നുള്ള ഒരു പേടി. രണ്ട്, ഈവൻ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്നുള്ളൊരു ചിന്ത. പക്ഷെങ്കിൽ ഇതാണ് ഒരു ശരാശരി പ്രവാസി ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. കാര്യം ഒരിക്കലും ഇവൻ എങ്ങനെയാണ്, ഇവൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ജീവിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഇവൻ പറയാത്തടത്തോളം കാലം നാട്ടിൽ നിന്നുള്ള ആവശ്യങ്ങൾ കൂടും, നാട്ടിൽ നിന്നുള്ള എക്സ്പെൻസുകൾ കൂടും. ഇതെല്ലാം ഇവൻ്റെ തലയിൽ തന്നെയാണ് വരുന്നതും. അങ്ങനെ ഓരോ മാസവും ഈ പറയുന്ന 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഈ പറയുന്ന നമ്മുടെ പ്രവാസി ഓടുന്നതിനിടയിൽ അവൻ്റെ നല്ല കാലം, നല്ല പ്രായം, അവൻ്റെ സന്തോഷങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഒരു ചവറ്റുകൊട്ട പോലെ ഒരു സൈഡിൽ ഇവനിങ്ങനെ സൂക്ഷിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ട് സ്വയം അങ്ങ് പറയും, നമ്മുടെ ബാധ്യതകളും നമ്മുടെ കടമകളും ഒക്കെ ഒന്ന് തീർത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെയൊക്കെ പോകാം, നമ്മുടെ സന്തോഷങ്ങളുടെ പുറകെയൊക്കെ പോകാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് കാലങ്ങൾ പോവും, വർഷങ്ങൾ പോവും. അവസാനം ഒരു 10-30 വർഷം കഴിയുമ്പോഴത്തേക്കിന് മുടിയൊക്കെ നരച്ച് പിന്നെ പ്രമേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് തിരിച്ച് നാട്ടിലോട്ട് കയറി പോകേണ്ടി വരും. എനിക്കറിയാം നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമെന്ന്. കാര്യം വേറെ ഒന്നുമല്ല, ഇതൊക്കെ പണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവാസികൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രവാസി ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചാൽ ഞാനത് ഉത്തരം പറയും, ഒരിക്കലും ഒന്നും മാറിയിട്ടില്ല. അന്നും ഇന്നും എന്നും ഒരേപോലെ തന്നെയാണ് പ്രവാസിയുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള പല വ്യക്തികളും, അതായത് നാട്ടിൽ വലിയ 2500 സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ വീടൊക്കെ വെച്ചിട്ട് ഇവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോണെടുത്ത് കടവെടുത്ത് അങ്ങനെയും കഷ്ടപ്പെട്ട് വീടൊക്കെ വെച്ച് നാട്ടിലൊക്കെ പോയി ഒരു 10 ദിവസം, ഞങ്ങൾ ആലോചിച്ച് വെക്കണം, ഒരു ആയുസ് മൊത്തം ഒരു 10-12 വർഷം കൊണ്ട് ഈ ദുബായി കിടന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ കിടന്ന് പണിയെടുത്ത് നരകിച്ച് ഈ പറയുന്ന ബംഗറിൻ്റെ മേളിൽ എന്താ പറയുക ഇങ്ങനെ മേളിലോട്ട് നോക്കിയിട്ട് എന്താ പറയുക റൂഫ് മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ച 12 വർഷം കൊണ്ട് ജീവിച്ചിട്ട് അവസാനം ഒരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ചിട്ട് ഈ വീട്ടിൽ പോയി ഇവൻ താമസിക്കുന്നത് വെറും 10 ദിവസമാണ്. ആലോചിച്ച് വെക്കണം. അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ വർഷത്തിലൊരു 30 ദിവസമാണ്. ഈ 30 ദിവസം പോയി താമസിച്ചിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് എന്താണ് മറ്റേ ബംഗറും റൂഫും. ഇതാണ് ജീവിതം. അങ്ങനെ ജീവിക്കുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ള ആളുകൾ ഇന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കാലഘട്ടം മാറി എന്ന് വെച്ചുകൊണ്ട് പ്രവാസിയുടെ രീതിയും ഒരിക്കലും മാറിയിട്ടില്ല. അന്നും ഇന്നും പഴയ പടി തന്നെയാണ്. ശരിയാണ്, നമ്മളൊരു പ്രവാസ ജീവിതത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടോ 3000 വീടോ എന്തോ വേണേലും വെച്ചോ നാട്ടിലെ ആൾക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലും എല്ലാം ചെയ്യണം. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്തും നിനക്ക് വേണ്ടി ജീവിക്കുക എന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ തുച്ഛമായ ദിവസങ്ങൾ അല്ലെങ്കിൽ തുച്ഛമായ വർഷങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതിനകത്തൊരു 10-20 വയസ്സ് വരെയും നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് പഠിത്തവും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ അതിനിടയിൽ 20 വയസ്സ് വരെയും നമ്മൾ എന്താ പറയുക പേരൻസ് പറയുന്ന ഒരേ റൂട്ടിലൂടെയും ട്രാക്കിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അതിനുശേഷം നിങ്ങളൊരു പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന ഒരു ജോലിയിലോട്ടൊക്കെ കടന്നാൽ, അതിലേക്ക് ഒരു പ്രവാസി ജീവിതത്തിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ആവുന്നുണ്ട്. നിങ്ങൾ ഈ പ്രവാസ ജീവിതത്തിലോട്ട് എടുക്കുന്ന തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കടബാധ്യത ഉണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ നാടും വീടും വിട്ട് കൂട്ടുകാരെയും കുടുംബത്തിനെയും എല്ലാവരെയും വിട്ടിട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങളൊരു 25-ാമത്തെ വയസ്സ്, ഒരു ആവറേജ് 25-ാമത്തെ വയസ്സ് തൊട്ട് നിങ്ങളൊരു പ്രവാസ ജീവിതത്തിലോട്ട് കയറി വന്നാൽ പിന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരു എന്താ പറയുക, നിങ്ങളൊരു റിട്ടയർഡ് ലൈഫ് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഒരു 45-50 വയസ്സിനുള്ളിൽ തിരിച്ചു പോകുന്ന ഒരു പ്രവാസി തിരിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കറിവേപ്പിലയായിട്ട് തിരിച്ചു പോകരുത്. അങ്ങനെ തിരിച്ചു പോയാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ പറയുന്ന 2500 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചാരുകസേരയിൽ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞ വർഷം 25 വർഷത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ എന്ന് റിഗ്രറ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത്. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ 25 വയസ്സ് വരെ നിങ്ങൾ പഠിത്തവും കാര്യങ്ങളും എല്ലാം പോയി, നിങ്ങളുടെ 25 വയസ്സിന് ശേഷം നിങ്ങളുടെ
ജീവിതത്തിൽ നിങ്ങൾ കടമകൾ, കഷ്ടപ്പാടുകൾ അല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ടൈം കണ്ടെത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏൺ ചെയ്യുന്ന മണിയിൽ നിന്ന് ഒരു ശതമാനം നിങ്ങളുടെ അല്ലെങ്കിൽ ഇത്ര പൈസ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറയുക ഗാഡ്ജറ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിട്ട് 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ബംഗറിൻ്റെ ജീവിതത്തിന് മാറ്റി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിറ്റി ലിവിങ് ലൈഫിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളിപ്പോൾ നാട്ടിലല്ല, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ പുറത്താണ്. ഇവിടെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും കൂടുതൽ ശതമാനവും നിങ്ങൾ ജീവിക്കുന്നത്. 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ, ആ 365 ദിവസത്തിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സ്വപ്ന വീട്ടിൽ ജീവിക്കുന്നത് ഒരുപക്ഷെ മാക്സിമം പോയാൽ 30 മുതൽ 40 ദിവസം വരെയാണ് നിങ്ങൾ ഒരു വർഷത്തിൽ, അതായത് 365 ദിവസത്തിൽ ജീവിക്കുന്നത്. ബാക്കി 300+ ഡേയ്സ് നിങ്ങൾ ജീവിക്കുന്നത് ഈ പറയുന്ന ബംഗറിൻ്റെ മുകളിലാണ്, റൂഫിനെ നോക്കി കിടന്നുകൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ ആവരുത് നിങ്ങളുടെ ജീവിതം. പകരം നിങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ഒരു ലിവിങ് സ്പേസിൽ തന്നെ നിങ്ങൾ ജീവിക്കുക. ലൈക്ക് നിങ്ങളുടെ ഒരു വർഷത്തിൽ ഒരു 95% നിങ്ങൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്ന ആ ഒരു കൺട്രിയിലാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നിങ്ങൾക്കൊരു നല്ലൊരു അടിസ്ഥാനമല്ല, നല്ലൊരു ലിവിങ് രീതി ഉണ്ടാക്കുക. നിങ്ങൾ അവിടെയാണ് നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് നമ്മളെ ആസ്വീഷ്യൽ പ്രവാസി വന്നാൽ ചെയ്യേണ്ട നമ്മുടെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്ന് ജീവിക്കണോ, ഇന്നത്തേക്കിന് വേണ്ടി ജീവിക്കുക. നാളത്തേക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു ഒറ്റ നിമിഷം മതി. ഈ മൂക്കിൽ നമ്മൾ മേപ്പോട്ടും താപ്പോട്ടും എടുക്കുന്ന ഈ ഒരു ശ്വാസം ഒന്ന് സ്റ്റോപ്പായാൽ തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. കോടിക്കണക്കിനോ അല്ലെങ്കിൽ വലിയ വലിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും എന്താ പറയുക അതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. പോയാൽ ആകെപ്പാടെ ഈ പറഞ്ഞതിൻ്റെ ഒരു 6 അടി മണ്ണിനകത്തിൽ പണ്ടാരോ പറഞ്ഞതിൻ്റെ 6 അടി മണ്ണിലുള്ള പുഴുക്കൾ കരിക്കാനുള്ള ശരീരം മാത്രമാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ശരീരം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് നമ്മൾ കിടന്നുറങ്ങി നാളെ രാവിലെ നേരം വെളുത്താൽ നമ്മൾ ഇന്നിക്കുമെന്നുള്ളതിനൊന്നും യാതൊരു ഉറപ്പും ഇല്ല. നമുക്കൊട്ട് ഉറപ്പ് കൊടുക്കാനും പറ്റൂല. കാര്യം അതാണ് മനുഷ്യൻ്റെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പശുക്കൾക്ക് കറവയുള്ള സമയത്ത് ഭയങ്കര ഡിമാൻഡാണ്. നല്ല തീറ്റയൊക്കെ കൊടുക്കും, നല്ല കുഴച്ച് കലക്കിയൊക്കെ തീറ്റയൊക്കെ കൊടുക്കും, കാൽസ്യമൊക്കെ കൊടുക്കും. പക്ഷേ വൺസ് ഈ പശുവിൻ്റെയൊക്കെ ഒരു കറവ പറ്റുന്നൊരു സമയമുണ്ട്. ഈ കറവയൊക്കെ പറ്റിക്കഴിയുമ്പം ഈ പശുക്കളെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ പറഞ്ഞൊരു കശാപ്പുകാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലൊക്കെ തന്നെയാണ്, ഏറെക്കുറെ അതേപോലെ തന്നെയാണ് ഒരു പ്രവാസിയുടെ ജീവിതവും. കാര്യം അവനൊരു 30 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷം ഈ പ്രവാസ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ പോയി പണിയെടുക്കുമ്പോൾ അവൻ മാസം അവൻ്റെ കയ്യിൽ നിന്ന് അവൻ അയച്ചു കൊടുക്കുന്ന പൈസയാണ് ശരിക്കും പറഞ്ഞാൽ പ്രവാസിയുടെ കറവ. ഈ കറവ നീ നാളെ നാട്ടിൽ തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ, സൈഡിലിരുന്ന് കഴിയുമ്പോൾ, വരുമാനമില്ലാതായി കഴിയുമ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞിനും വില ഉണ്ടാവത്തില്ല. എന്നുകൊണ്ട് ഇതൊരു ജനറൈസ് ചെയ്ത് പറയുന്നതല്ല. പക്ഷെങ്കിൽ നമുക്കറിയാവുന്ന കുറേ ജീവിതം കൊണ്ട് പല പ്രവാസികളുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ഈ പറയുന്ന ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഗൾഫിലൊക്കെ വന്ന് ചുറുചുറുക്കോടെ പണിയെടുക്കുന്ന എന്നെപ്പോലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എന്താ പറയുക പ്രവാസി സമൂഹത്തിലുള്ള ആളുകളാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കുക. ഈ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഒരു നമ്മളെന്താ പറയുക ഗൾഫ് റിട്ടേർഡ് പ്രവാസിയായിട്ട് നമ്മൾ നാട്ടിലോട്ട് ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നമുക്ക് ബാക്കപ്പായിട്ട് ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ കറവ പറ്റിയ പശുവായിട്ട് ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വേണോ വേണ്ടായോ എന്ന് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോഴാണ് ചിന്തിക്കേണ്ടത്. 30 കൊല്ലം കഴിഞ്ഞ് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ. ആ സമയത്തേക്ക് നമുക്ക് ആരോഗ്യമൊന്നും ഉണ്ടാകത്തില്ല. ഈ പറയുന്നതിൻ്റെ ഒരു തിരിച്ച് വന്നാലും ഇവിടെ നിന്ന് ആരും പണിയും തരത്തില്ല. അപ്പം ഇപ്പം തൊട്ടേ ചിന്തിക്കുക നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ഒരു ശരിയാണ്, ഞാനും പറഞ്ഞ കാര്യമാണ്, നമുക്ക് ആയുസിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും എങ്ങാനും നമ്മളൊരു 10, 50, 60 വയസ്സ് 70 വയസ്സൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ആയുസ് ഉണ്ടെങ്കിൽ, നമ്മൾ 30 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളിന്ന് റിട്ടേണായി പോയി കഴിയുമ്പം, ഗൾഫ് റിട്ടേണായി പോയി കഴിയുമ്പം നമുക്ക് നാട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്കിന് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടി നാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടും വീടും എല്ലാം വിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ വിട്ട്, നമ്മുടെ സുഹൃത്തുക്കളെ വിട്ട് ഒക്കെ വന്ന് നമ്മൾ ജീവിക്കാനും ജീവിപ്പിക്കാനും വേണ്ടി വന്നവരാണ് പ്രവാസികൾ. അതുകൊണ്ട് ജീവിപ്പിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ജീവിക്കുക കൂടി ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രവാസ ജീവിതത്തിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാകൂല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. എനിക്കറിയാം ഇതിനകത്തിൽ പോസിറ്റീവും നെഗറ്റീവും കമൻറ്റുകൾ വരും എന്നെനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഒരു പ്രവാസിയാണെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പച്ച പ്രവാസികളെ മാസലാമ.